നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രോസ് റോഡ്സിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ. അവിടെ നിന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏത് തരത്തിലുള്ള പേഴ്സണായി മാറും എന്ന കാര്യം ഷേപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ഒരു സുപ്പീരിയർ മാൻ ആവാനുള്ള ജേണി വെറും സക്സസ് അച്ചീവ് ചെയ്യാനുള്ള പ്രോസസ് മാത്രമല്ല, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട്, ട്രസ്റ്റ് ആൻഡ് അഡ്മയർ എല്ലാം ചെയ്യുന്ന ഇൻസ്പയറിംഗ് ക്വാളിറ്റീസും ബിൽഡ് ചെയ്യുന്ന ജേണിയാണ്. സോ ഇന്ന് ഞങ്ങൾ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ടോപ്പ് 5 ക്വാളിറ്റീസും അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്യും. ബിഫോർ ദാറ്റ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 1. ഇന്റഗ്രിറ്റി. സത്യസന്ധതയും സ്ട്രോങ് ആയ ധാർമ്മിക തത്വങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ആരുമൊന്നും കാണുന്നില്ലെങ്കിലും നിങ്ങൾ ശരിയായ കാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട്. ഈ ക്വാളിറ്റി നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യാൻ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്താൽ മതി. സെൽഫ് റിഫ്ലക്ഷൻ. നിങ്ങളുടെ വാല്യൂസ് അതായത് മൂല്യങ്ങളുമായി നിങ്ങളുടെ ഓരോ ആക്ഷൻസും ഡിസിഷൻസും പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഹോണസ്റ്റി. വ്യക്തിപരമായ കാര്യങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലും ഒരുപോലെ തന്നെ ഹോണസ്റ്റി പ്രാക്ടീസ് ചെയ്താൽ അത് ഇന്റഗ്രിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അക്കൗണ്ടബിലിറ്റി. നിങ്ങളുടെ ഓരോ ആക്ഷൻസിന്റെയും അതിന്റെ കോൺസിക്വൻസിന്റെയും ഉത്തരവാദിത്തം ഒരു എക്സ്ക്യൂസും ഇല്ലാതെ നിങ്ങൾ ഏറ്റെടുക്കണം. 2. സെൽഫ് ഡിസിപ്ലിൻ. ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഇമോഷൻസ്, ബിഹേവിയർ, ഇമ്പൾസ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സ്റ്റെപ്സ് ടു ഡെവലപ്പ് സെൽഫ് ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ്. സെറ്റ് ക്ലിയർ ഗോൾസ്. നിങ്ങൾക്ക് ശരിക്കും എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് അതിനെ ചെറിയ സ്റ്റെപ്സായി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്സായി ഡിവൈഡ് ചെയ്യണം. ക്രിയേറ്റ് റുട്ടീൻസ്. നിങ്ങളുടെ ഗോൾ എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡെയിലി റുട്ടീൻസ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് പേഷ്യൻസ്. എന്തെങ്കിലും ചെയ്ത് വേഗം തന്നെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ശീലത്തെ നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ പഠിക്കണം. ലോങ് ടൈം ഗോളിൽ ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസും സാറ്റിസ്ഫാക്ഷനും. 3. എമ്പതി. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അവരോട് പെരുമാറാനുമുള്ള കഴിവാണ് എമ്പതി, അതായത് സഹാനുഭൂതി. ഈ ക്വാളിറ്റിയാണ് ജീവിതത്തിൽ സ്ട്രോങ് ആൻഡ് മീനിങ് ഫുൾ ആയ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ക്വാളിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവാൻ ഈ 3 പ്രാക്ടീസസ് ആണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആക്റ്റീവ് ലിസണിംഗ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ അവരെ ഇന്ററപ്റ്റ് ചെയ്യാതെ ഫുൾ അറ്റൻഷനോട് കൂടി അത് ശ്രദ്ധിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ആസ്ക് ക്വസ്റ്റ്യൻസ്. മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിലും ഫീലിംഗ്സിലും ജെനുവിനായ താല്പര്യം കൊണ്ടുവരാൻ വർക്കൗട്ട് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും ഈസി ആൻഡ് എഫിഷ്യന്റ് വേ അവരോട് അത് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. പ്രാക്ടീസ് കമ്പാഷൻ. ഒരു വ്യക്തി നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ കാര്യത്തെ നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരോട് സ്നേഹത്തോടെയും കൈൻഡായ രീതിയിലുമാണ് റെസ്പോണ്ട് ചെയ്യുക. 4. കോൺഫിഡൻസ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളിലും ജഡ്ജ്മെന്റ്സിലുമുള്ള നിങ്ങളുടെ സ്ട്രോങ് ബിലീഫാണ്. ഏത് റിസ്കി സിറ്റുവേഷൻസ് ഏറ്റെടുക്കാനും ചലഞ്ചസിനെ നേരിടാനും ഈ സുപ്പീരിയർ ക്വാളിറ്റിയാണ് നിങ്ങളെ സഹായിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് സെൽഫ് ടാക്ക്, അതായത് നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നത്. സ്കിൽ ഡെവലപ്മെന്റ്. ഒരു ലെവലിൽ തന്നെ ഫിക്സേറ്റഡ് ആയി ഇരിക്കാതെ സ്കിൽസ് ആൻഡ് നോളജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തുടർച്ചയായി വർക്ക് ചെയ്യുന്നത്. ബോഡി ലാംഗ്വേജ്. നല്ല പോസ്ചർ, ഐ കോണ്ടാക്ട്, വ്യക്തമായി സംസാരിക്കുന്നത്, ഇതെല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. 5. റെസിലിയൻസ്. തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാനും സ്ട്രോങ് ആയി മുന്നോട്ട് പോകാനുമുള്ള കഴിവാണ് റെസിലിയൻസ്. ഈ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത് അഡാപ്റ്റബിലിറ്റി. ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കും റെഡിയാവുന്നത്, ആവശ്യങ്ങൾക്കനുസരിച്ച് പ്ലാൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഹൈ അഡാപ്റ്റബിലിറ്റിയുടെ സയൻസ് ആണ്. സോ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസിൽ ഇങ്ങനെയുള്ള പ്രാക്ടീസസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ റെസിലിയൻസ് പവറിനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഡെയിലി മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, എക്സസൈസ് പോലെയുള്ള ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യണം. ലേൺ ഫ്രോം ഫെയിലിയേഴ്സ്. ഫെയിലിയേഴ്സിനെ തിരിച്ചടികളായി കാണുന്നതിന് പകരം പഠിക്കാനും ഗ്രോ ചെയ്യാനുമുള്ള അവസരങ്ങളായി കാണണം. ഈ ക്വാളിറ്റീസിൽ എല്ലാം ഫോക്കസ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്സും നിങ്ങൾ ബോധപൂർവമായി എടുത്താൽ ഒരു സുപ്പീരിയർ മാനിന് വേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുക്കാനും കൂടുതൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ഞങ്ങൾ ഇനിയും കൂടുതൽ ഡെപ്തായി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സും നിങ്ങളെ 100% സർപ്രൈസ് ചെയ്യും. ഈ കോഴ്സിൽ എൻറോൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പല തരത്തിലുള്ള റിച്ച് നോളജ്, പ്രാക്ടിക്കൽ സ്കിൽസ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളെ സപ്പോർട്ട് ആൻഡ് ഗൈഡ് ചെയ്യാൻ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാനും പറ്റും. ഈ ചാൻസ് മിസ് ചെയ്യേണ്ട എന്നാണെങ്കിൽ ഇന്ന് തന്നെ ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യൂ. ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കോൺടാക്ട് ദിസ് നമ്പർ.